ഞാൻ ഈ മഴയും നനഞ്ഞ് എവിടേക്കാണെന്നാവും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. വേറെ എങ്ങോട്ടുമല്ല, ഒന്ന് കതിർമുടി വരെ പോയതാ. തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ വനമേഖലയിലുള്ള അഗസ്ത്യമലയുടെ ഭാഗമായ ഒരു ബ്യൂട്ടിഫുൾ ട്രെക്കിംഗ് സ്പോട്ടാണ് കതിർമുടി. എ പെർഫെക്റ്റ് മൺസൂൺ ട്രെക്കിംഗ് സ്പോട്ട്. ഏകദേശം 12 മുതൽ 15 കിലോമീറ്റർ വരെ കാട്ടിലൂടെ നടന്നു വേണം നമുക്ക് ടോപ്പിലെത്താനായിട്ട്. ഏകദേശം ഒരു 6 മണിക്കൂറിൽ മേലെ എടുക്കും ഈ ഒരു ട്രെക്കിംഗ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. മോഡറേറ്റ് ട്രെക്കിംഗ് ആയതുകൊണ്ട് തന്നെ കതിർമുടിയിൽ നമുക്ക് കുത്തനെയുള്ള കയറ്റങ്ങൾ, പാറക്കെട്ടുകൾ, കാട്ടുവഴികൾ എല്ലാം കടന്നു വേണം നമ്മൾ ഫൈനൽ പോയിന്റിൽ എത്താനായിട്ട്. മൺസൂൺ ടൈമിൽ പോയതുകൊണ്ട് തന്നെ കാടിൻ്റെ ഭംഗി അത്രമേൽ അടിപൊളിയായിരുന്നു. ട്രെക്കിങ്ങും ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തത് ഫുൾ മഴ നനഞ്ഞുകൊണ്ടിട്ടായിരുന്നു. ആദ്യമൊക്കെ പോഞ്ചൊക്കെ എടുത്തിട്ടുവെങ്കിൽ പോലും പിന്നീടായപ്പോൾ നമ്മൾ അതൊന്നും ഇടാതെ ഫുൾ മഴ നനഞ്ഞു തന്നെയാണ് ട്രെക്കിംഗ് കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ ഈ ട്രെക്കിംഗ് നടത്തിയത് ട്രെക്ക് ടുഗദർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ കൂടെയാണ്. ഓൾമോസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ട്രെക്കും ഈ ഒരു ടീമിൻ്റെ കൂടെ തന്നെയായിരുന്നു. ഏകദേശം ഒരാൾക്ക് 500 രൂപയ്ക്ക് അടുത്തേ ടിക്കറ്റ് ചാർജ് ആവുന്നുള്ളൂ. നമുക്ക് ഫോറസ്റ്റിൻ്റെ സൈറ്റിൽ കയറി ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ ഫോറസ്റ്റ് സൈഡിൽ നിന്ന് നമുക്കൊരു ഗൈഡും ഉണ്ടാവും. പുള്ളിയുടെ കൂടെ വേണം നമ്മൾ ഈ ട്രെക്കിംഗ് നടത്താൻ. യാത്രയ്ക്കിടയിൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആന, കാട്ടുപോത്ത്, മാനിവയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുമായിരിക്കാം. പക്ഷെ ഞാൻ പോയപ്പോൾ ഇതൊന്നും കണ്ടില്ല. ഞാൻ പോയപ്പോൾ ഒരു പാമ്പിനെ മാത്രമേ കണ്ടുള്ളൂ. 15 കിലോമീറ്റേഴ്സ് അടുപ്പിച്ച് നടക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മിനിമൽ ഐറ്റംസ് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ലൈക്ക് വെള്ളവും ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സൊക്കെ കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്റർ. ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ അതിമനോഹരമായ അഗസ്ത്യമല, നെയ്യാർ ഡാം, പേപ്പാറ തുടങ്ങിയ എല്ലാ സ്പോട്ടും നമുക്ക് ഫുൾ വ്യൂവിൽ കാണാൻ പറ്റും. ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എല്ലാവർക്കും. ട്രിവാൻഡ്രം ജില്ലയിലുള്ളവർക്ക് ഒരു ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രെക്കിംഗ് സ്പോട്ടാണ്. മസ്റ്റ് വിസിറ്റാണ്. എല്ലാവരും പോയി കാണണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.